പ്രിയ പ്രേക്ഷകരെ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ നടുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനം. ഇപ്പോൾ പുതിയ ചില ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. അനുജൻ അഫ്സാൻ കുഴിമന്തി വാങ്ങാൻ വേണ്ടി എത്തുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്കാണ് കടയിലെത്തുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇതിനുശേഷമാണ് ഈ കടയിൽ നിന്ന് ഓട്ടോറിക്ഷ വാങ്ങിയതിനു ശേഷം ഈ കുഴിമന്തി വാങ്ങിയതിനു ശേഷം മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഈ അഫ്സാൻ തിരികെ പോകുന്നുണ്ട്. ആ അഫ്സാൻ തിരികെ എത്തുമ്പോഴാണ് അവിടെ ജ്യേഷ്ഠൻ അഫ്സാനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ കുഴിമന്തി വാങ്ങാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന അഫ്സാൻ എന്ന 13 വയസ്സുകാരൻ്റെ 8ാം ക്ലാസ്സുകാരൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള സമയമാണ്. അഫ്സാൻ ഓട്ടോയിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് പോകുന്നു. ഇതാണ് അഫ്സാൻ വന്ന ഓട്ടോ. ഇപ്പോൾ ഹോട്ടലിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ. ഇതാണ് അഫ്സാൻ, 13 വയസ്സാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹോട്ടലിലെത്തി കുഴിമന്തി ഓർഡർ ചെയ്യുന്നു. കുഴിമന്തി പാക്ക് ചെയ്തു അവിടെ നിന്ന് വാങ്ങി അഫ്സാൻ തിരികെ മറ്റൊരു ഓട്ടോയിലാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് അഫാൻ കൂടെ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. മരണത്തിന് ഒരുപക്ഷെ മിനിറ്റുകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. നമുക്കൊപ്പം റിനു സീധർ ചേരുന്നു. റിനു സീധർ, ഈ അഫ്സാൻ ഇപ്പോൾ ഹോട്ടലിൽ വന്ന് കുഴിമന്തി ഓർഡർ ചെയ്ത് വാങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഒറ്റയ്ക്കാണ് വന്നത് അഫ്സാൻ. നമ്മൾ നേരത്തെ അറിഞ്ഞത് അവനോടൊപ്പമാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചതെങ്കിലും ഈ സമയത്ത് അഫാനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓട്ടോയിൽ ഒറ്റയ്ക്ക് വന്നിറങ്ങുകയാണ് അഫ്സാൻ. അവിടെ നിന്ന് കുഴിമന്തി വാങ്ങി മറ്റൊരു ഓട്ടോറിക്ഷയിൽ മടങ്ങി പോകുന്നുണ്ട് അല്ലേ? അരുൺകുമാർ, ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഓട്ടോ ഡ്രൈവറും അതുപോലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള അഫാനും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ കൊലപാതകം, അതായത് ഈ അനുജനെയും കാമുകയെയും കൊല ചെയ്യുന്നതിന് മുമ്പ് മറ്റു കൊലപാതകങ്ങൾ നടത്തി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ സ്കൂൾ വിട്ട അഫ്സാൻ വീട്ടിലേക്ക് വരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച ഈ അഫ്സാനെ സ്ഥിരമായി കുഴിമന്തി വാങ്ങുന്ന കടയിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ കുഴിമന്തി വാങ്ങുവാൻ വേണ്ടി ജ്യേഷ്ഠൻ ചെല്ലാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ പുറകെ ബൈക്കിൽ വന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. തുടർന്ന് ഈ ദൃശ്യങ്ങളിലും ആ മൊഴി സ്ഥിരീകരിക്കുന്നത് ആണ് എന്നുള്ളതാണ് കാര്യം. ഈ ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്കാണ് അഫ്സാൻ വന്ന് ഇറങ്ങുന്നത്. ഈ സമയത്താണ് ഈ കൂട്ടുകാരിയായിട്ടുള്ള കാമുകിയായിട്ടുള്ള പെൺകുട്ടിയെ വിളിക്കുന്നതിന് വേണ്ടി ബൈക്കിൽ ഈ മുക്കന്നൂരിലേക്ക് പോകുന്നതും. ആ ഇടവേളയിലാണ് മുക്കന്നൂരിൽ നിന്ന് പെൺകുട്ടിയെ വിളിച്ച് തിരികെ ഈ വീട്ടിലേക്ക് എത്തി തൻ്റെ മുകളിലത്തെ റൂമിലേക്ക് എത്തിച്ച് തലയിൽ മാരകമായിട്ടുള്ള അടി ഏൽപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഈ സമയത്താണ് കുഴിമന്തിയും പാഴ്സൽ വാങ്ങിക്കൊണ്ട് ഈ അനുജൻ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്താണ് ഈ മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ ഈ അനുജൻ ഇതൊന്നും അറിയുന്നില്ല. അമ്മയെ നേരത്തെ തന്നെ അടിച്ച് മറ്റൊരു റൂമിൽ അബോധാവസ്ഥയിൽ കിടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, കൊല ചെയ്തു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് കരുതിയിരുന്നതും. ഈ സമയത്താണ് അനുജൻ ഈ കുഴിമന്തിയുമായി വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെ ഉള്ളിലേക്ക് ഈ അനുജൻ കയറുമ്പോൾ ഈ അനുജനെയും അതായത് അഫ്സാനെയും അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പോലീസിനും അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അരുൺകുമാർ, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വെഞ്ഞാറമൂട് ഹോട്ടലിലേക്ക് മരണത്തിന് തൊട്ടു മുമ്പ് അഫ്സാൻ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നിറങ്ങുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങി അഫ്സാൻ ഹോട്ടലിൽ പോയി കുഴിമന്തി ഓർഡർ ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ സമയത്ത് അഫ്സാനെയും ഫർസാനെയും വധിക്കുന്നതിനുള്ള പദ്ധതിയിലായിരുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. താഴെ വീണ പൈസ എടുത്ത് തിരിച്ച് ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. മരണത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങൾ. ഇതാണ് ഇപ്പോൾ CCTVയിൽ നിന്നും പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ. വെഞ്ഞാറമൂട്ടെ ഹോട്ടലിലേക്ക് എത്തുന്നു, കുഴിമന്തി ഓർഡർ ചെയ്യുന്നു. ഇതാണ് ആ ദൃശ്യങ്ങൾ. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. അനുജനെ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വിട്ടതിനു ശേഷമാണ് അഫാൻ വീട്ടിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഫ്സാൻ കുഴിമന്തി ഓർഡർ ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. വെഞ്ഞാറമൂട് ഹോട്ടലിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ. റിനു സീധറാണ് നമുക്കൊപ്പം ചേർന്നത്.